Hi all. നമുക്ക് question number 3 നോക്കാം. എന്താണ്? Let A be the focus of the parabola y square is equal to 8x. Let the line y is equal to mx plus c intersect the parabola at two distinct points B and C. If the centroid of the triangle ABC is 7/3, 4/3, then BC the whole square is equal to. Okay. ശ്രദ്ധിക്കാം. നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ എന്താക്കാം, ഒരു പരാബോള നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വരയ്ക്കണം. റെഡി അല്ലേ? ഇവിടെ നമ്മളൊരു പരാബോള വരയ്ക്കണം. യെസ്. അപ്പോൾ നമ്മൾ ഈ പരാബോള വരയ്ക്കുന്ന സമയത്ത് നമുക്കിവിടെ എന്തുണ്ട്, യെസ്, ആ പരാബോളയുടെ ഇക്വേഷനും കൂടി നമ്മൾ ഇവിടെ എഴുതാൻ വേണ്ടി പോകണം അല്ലേ. y സ്ക്വയർ ഈസ് ഈക്വൽ ടു 8x. യെസ്, ആയിക്കോട്ടെ. ഇനി ഒരു ലൈൻ ഉണ്ട്, എന്താണ്, y ഈസ് ഈക്വൽ ടു mx പ്ലസ് c ഇന്റർസെക്ട് ദ പരാബോള അറ്റ് ടു ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് അല്ലേ. അതായത് എന്തോ ആയിക്കോട്ടെ, ഏതോ ഒരു ലൈൻ ഉണ്ട്, അത് ഏടാ നമുക്ക് അറിയാമെന്നില്ല. അതെന്താക്കുന്നുണ്ട്, y ഈസ് ഈക്വൽ mx പ്ലസ് c എന്ന് പറഞ്ഞ ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ നമ്മുടെ പരാബോളയെ രണ്ട് പോയിന്റ്സിൽ എന്താകുന്നുണ്ട്, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. റെഡി അല്ലേ? രണ്ട് പോയിന്റ്സിൽ നമ്മുടെ പരാബോളയെ എന്താക്കുന്നുണ്ട്, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? യെസ്, ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ് എന്താണ്, ബിയും അതേപോലെ എന്താണ്, സിയും. ഓ ആയിക്കോട്ടെ. ഇത് സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി ഈസ് 7/3 ആൻഡ് യെസ് 4/3, ദെൻ ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു. അപ്പോൾ ഇവിടെ ഒരു എ എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓഫ് ദ പരാബോള കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അതിൻ്റെ സെൻട്രോയിഡ് നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ്, യെസ് 7/3 ആൻഡ് 4/3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി സി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്. സോ ആയിക്കോട്ടെ, ഞാനിപ്പോൾ ഇവിടെ സെൻട്രോയിഡ് മാർക്ക് ചെയ്യുന്നില്ല. മാർക്ക് ചെയ്താൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയി പോകും. നമ്മൾ ലാസ്റ്റ് മാർക്ക് ചെയ്യാം. പക്ഷേ എ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം അല്ലെ. അപ്പോൾ ഈ ടൈപ്പ് പരാബോളയുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ a,0 ആണ്, സ്മോൾ ലെറ്റർ a,0 ആണ്. ഇവിടെ y സ്ക്വയർ ഇസ് ഈക്വൽ 8x എന്ന പരാബോള y സ്ക്വയർ ഇസ് ഈക്വൽ 4ax കമ്പയർ ചെയ്താൽ a ഇസ് ഈക്വൽ 2 എന്ന് കിട്ടും. അപ്പോൾ ഇത് 2,0 ആണ്. ഓക്കെ, ആയിക്കോട്ടെ. യെസ്. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയും സിയും എന്താണ്, യെസ്, ഇതാണ് നമുക്ക് എന്താക്കേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അതായത് ബി സി ദ ഹോൾ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ബി സി ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നിക്കും നമ്മൾ ഈ പറഞ്ഞ ഈ ലൈൻ കംപ്ലീറ്റ് തന്നിട്ടുണ്ടായിരിക്കണം അല്ലേ. ലൈൻ കംപ്ലീറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്തിട്ട് എന്താക്കാം, ബിയും സിയും കണ്ടുപിടിച്ചിട്ട് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കും. പക്ഷെ അങ്ങനെ തന്നിട്ടില്ല, ലൈൻ കംപ്ലീറ്റ് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, ബിയിലും സിയിലും ഓരോ പോയിന്റ് ആക്കി കൺസിഡർ ചെയ്യാം. ഓക്കെ, നമുക്കറിയാം y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax എന്ന് പറഞ്ഞ പരാബോളയിൽ ഒരു പോയിന്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പാരാമെട്രിക് കോർഡിനേറ്റ്സ് എടുക്കാൻ വേണ്ടി പറഞ്ഞു, നമ്മളെങ്ങനെ എടുക്കുക, at സ്ക്വയർ 2at എന്ന് പറഞ്ഞാണ് എന്താക്കുക, അതിനെടുക്കുക അല്ലേ. at സ്ക്വയർ 2at. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് പോയിന്റ്സ് ഉള്ളതുകൊണ്ട് at സ്ക്വയർ 2at സ്ക്വയർ എന്ന് വരും. റെഡി അല്ലേ? അതിൽ തന്നെ ഇവിടെ എയുടെ വാല്യൂ നമുക്ക് അറിയാലോ, എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ. അപ്പോൾ 2t സ്ക്വയർ ഓക്കെ 2t സ്ക്വയർ 4t എന്ന് വരും. ഓക്കെ, പക്ഷെ രണ്ട് പോയിന്റ്സ് ഉള്ള ഇത് t1 സ്ക്വയർ എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്തുണ്ടാവും, ഈ പോയിന്റ് എന്താണ്, യെസ് 2t2 സ്ക്വയർ 4t2 എന്ന് വരും. നമുക്ക് വേണ്ടത് ബി സി സ്ക്വയർ ആണ് വേണ്ടത് അല്ലേ. സോ ബി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസുകളുടെ സ്ക്വയർ അല്ലെ, അതായത് ഡിസ്റ്റൻസ് ഫോർമുലയുടെ സ്ക്വയർ നമ്മൾ ചെയ്താൽ മതി അല്ല. അതായത് x2 - x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദ ഹോൾ സ്ക്വയർ ഉണ്ടല്ലോ. ഓക്കെ അല്ലേ, അതാണ് സംഗതി. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2t1 സ്ക്വയർ മൈനസ് 2t2 സ്ക്വയർ അല്ലെ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ, അതായത് 2t1 സ്ക്വയർ മൈനസ് 2t2 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ. ഇവിടെ ആണെങ്കിൽ 4 എന്താണ്, യെസ് t1 4t1 മൈനസ് എന്താണ് മക്കളെ 4t2 ദ ഹോൾ സ്ക്വയർ എന്ന് അവനും വരും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. റെഡി അല്ലേ? ഇവൻ 2t1 സ്ക്വയർ മൈനസ് 2t2 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇവിടെ ആണെങ്കിൽ 4t1 മൈനസ് 4t2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. നമുക്ക് ഇതിനെ പരമാവധി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നോക്കാം. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് സിംപ്ലിഫൈ ചെയ്യാൻ. ഓക്കെ അല്ലേ? അപ്പം ഞാനിവിടെ ശ്രദ്ധിക്കുക, ഇവിടുന്ന് ഈ 2 ഞാൻ കോമൺ പറഞ്ഞത് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണ് അല്ലേ. 4 എടുത്താൽ ഇവിടെ t1 സ്ക്വയർ മൈനസ് t2 സ്ക്വയർ എന്ന് വരും. റെഡി അല്ലേ? t1 സ്ക്വയർ മൈനസ് എന്താണ് മക്കളെ t2 സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? ഓ ആയിക്കോട്ടെ, റെഡി. ഇനി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. റെഡി അല്ലേ? ഇനി ഇവിടുന്ന് എനിക്ക് എന്താക്കാം, 4 പുറത്തെടുത്താൽ അവിടെ എന്താ 16 ആണ് മക്കളെ വരും അല്ലേ. അപ്പോൾ 16 വരുന്ന കഴിഞ്ഞാൽ അവിടെ t1 മൈനസ് t2 ദ ഹോൾ സ്ക്വയർ എന്നും വരും. ഓക്കെ അല്ലേ? അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ നിങ്ങൾ ആലോചിക്കട്ടെ, 4 ഇൻറ്റു അല്ലെ, ഇത് നമുക്ക് ഫർദർ ഫാക്ടറൈസ് ചെയ്യാം. അതിന് എന്താണ് t1 സ്ക്വയർ t1 മൈനസ് t2 ഇൻറ്റു എന്താണ് t1 പ്ലസ് t2 എന്ന് പറഞ്ഞിട്ട് ഫർദർ ഫാക്ടറൈസ് ചെയ്യാം.
ഓക്കെ അല്ലേ. പിന്നെ ഹോൾ സ്ക്വയർ ഉള്ളതുകൊണ്ട് ഞാനിവിടെ ഹോൾ സ്ക്വയർ എടുത്തു. പ്ലസ് ഇവിടെ ആണെങ്കിൽ 16 ഇൻറ്റു എന്താണ് യെസ് T1 മൈനസ് T2 ഹോൾ സ്ക്വയർ എന്നായി മതിയല്ലേ. അപ്പോൾ ഇനി ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഈ പറഞ്ഞ പോലെ തന്നെ T1 മൈനസ് T2 ഹോൾ സ്ക്വയർ എനിക്ക് വേണമെങ്കിൽ കോമൺ ആയിട്ട് എടുക്കാം, 4ഉം വേണമെങ്കിൽ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. സോ 4 ഇൻറ്റു T1 മൈനസ് T2 ഹോൾ സ്ക്വയർ ഇവിടെ വരും. ഇനി ഇവിടെ ആണെങ്കിൽ ഇവിടെ യെസ് T1 പ്ലസ് T2 ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ ആണെങ്കിൽ 4 എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം തന്നെ എന്താക്കണം കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനം ഇങ്ങനെ എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും കുറച്ചും കൂടി കാര്യം എന്താവും എളുപ്പമാവും. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. തന്ന ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ. സോ നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ എ ബി സിയുടെ സെൻട്രോയിഡ് വന്നിട്ടുണ്ട് അല്ലേ. എന്താ അത് 7/3, 4/3 അല്ലേ. അപ്പോൾ സെൻട്രോയിഡ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? ഒന്നുമില്ല, അതായത് എക്സ് കോർഡിനേറ്റുകളുടെ ആവറേജ് ആയിരിക്കും അല്ലേ, എക്സ് കോർഡിനേറ്റ്. അപ്പോൾ നമ്മുടെ 2T1 സ്ക്വയർ പ്ലസ് 2 പ്ലസ് 2T2 സ്ക്വയർ അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് വാട്ട് ഇസ് അറ്റ് യെസ് 2 ഇൻറ്റു വാട്ട് ഇസ് അറ്റ് T1 സ്ക്വയർ പ്ലസ് T2 സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. ഓക്കെ അല്ലേ. ഓക്കെ, ഡിവൈഡ് ബൈ 3. എടാ ഇതാണ് നമ്മൾ പറഞ്ഞ സെൻട്രോയിഡ് അല്ല, സെൻട്രോയിഡ് 7/3 അല്ലേ. അതാ സെൻട്രോയിഡിൻ്റെ എക്സ് കോർഡിനേറ്റ് 7/3. ഇതാണ് 7/3. അപ്പോൾ ഇവിടുന്ന് എന്തോ ഭാഗ്യത്തിന് ഈ 3 എന്തായിട്ട് പോയാൽ ക്യാൻസൽ ആയിട്ട് പോയി. റെഡിയല്ലേ. അപ്പോൾ നമുക്കിവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് T1 സ്ക്വയർ പ്ലസ് T2 സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 7/2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ T1 സ്ക്വയർ പ്ലസ് T2 സ്ക്വയറിൻ്റെ കാര്യത്തിൽ നമുക്ക് നല്ല കുശാലായിട്ട് തീരുമാനമായി അല്ലേ. എന്താണ് 7/2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് യെസ് 5/2 എന്ന് കിട്ടി. ഓക്കെ അല്ലേ. അത് അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത എന്താണ് അടുത്ത നമുക്ക് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് നോക്കാം. 4T1 പ്ലസ് 4T2 പ്ലസ് 0 ഡിവൈഡ് ബൈ 3. അതായത് 4 ഇൻറ്റു അല്ലേ 4 ഇൻറ്റു T1 പ്ലസ് T2 4 ഇൻറ്റു T1 പ്ലസ് T2 ഓക്കെ അല്ലേ ഡിവൈഡ് ബൈ 3 അല്ലേ. ഒരു 0 നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു അല്ല ഇതിൻ്റെ യെസ് 4/3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ. ഇതിപ്പോൾ ലാഭമായല്ലോ, വേഗം കട്ടായി പോകും. അപ്പം നമുക്കിവിടെ T1 പ്ലസ് T2 എന്ന് പറഞ്ഞ സാധനം എന്ന് കിട്ടി 1 എന്ന് കിട്ടി. ഓക്കെ അല്ലേ. T1 പ്ലസ് T2 1 എന്ന് കിട്ടി. ഓക്കെ അല്ലേ. യെസ്. അപ്പോൾ ഇനി അടുത്ത നമുക്ക് വേണ്ടത് എന്താണ്? നമുക്കിവിടെ കണ്ടുപിടിക്കുന്ന സാധനം ഞാൻ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അതിൽ T1 പ്ലസ് T2ൻ്റെ കാര്യം തീരുമ്പോൾ എനിക്ക് T1 മൈനസ് T2 കൂടിയേ നമുക്ക് എന്താണ് വേണ്ടു. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? T1 പ്ലസ് T2 കിട്ടിയിട്ടുണ്ട്. T1 സ്ക്വയർ പ്ലസ് എന്താണ് യെസ് T2 സ്ക്വയറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ T1 മൈനസ് T2 നമ്മളെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ഓക്കെ നോക്കണേ. T1 പ്ലസ് T2 അല്ലേ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണേ T1 പ്ലസ് T2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അതെ, T1 മൈനസ് T2 ഹോൾ സ്ക്വയർ അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. തൽക്കാലം ഞാൻ എക്സ് അങ്ങനത്തെ വിളിച്ചത് വിചാരിക്കാം. എക്സോ വൈയോ എയോ ബിയോ സിയോ ഡിയോ അല്ല എമ്മോ എന്തെങ്കിലും വിളിച്ചത് വിചാരിക്കാം. ഓക്കെ, ഇതാണെന്ന് വിചാരിക്കും. അവിടെ ഇവർ ആഡ് ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക? അതായത് T1 ഇവരെ ഞാൻ എന്താക്കണം, ഇതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. യെസ്, എം ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അഥവാ T1 മൈനസ് T2 ഹോൾ സ്ക്വയർ അഥവാ എം ആണ് എനിക്ക് എന്താക്കേണ്ടത് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇവർ ആഡ് ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക? ഇവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ T1 സ്ക്വയർ 2 ടൈംസ് എന്നുണ്ടാവും T1 സ്ക്വയർ ഉണ്ടാവും. ഓക്കെ അല്ലേ. അല്ലെങ്കിൽ ഇതിന് എക്സ്പാൻഡ് ചെയ്ത് ആഡ് ചെയ്യുന്ന വരിക. അപ്പോൾ 2 ടൈംസ് T1 സ്ക്വയർ ഉണ്ടാവും, 2 ടൈംസ് T2 സ്ക്വയർ ഉണ്ടാവും. ഇവന് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് ആഡ് ചെയ്ത് ആലോചിച്ചാൽ മതി. അതായത് ഇതെന്ന് പറഞ്ഞാൽ T1 സ്ക്വയർ പ്ലസ് T2 സ്ക്വയർ പ്ലസ് 2T1 T2 അല്ലേ. ഇവരെന്ന് പറഞ്ഞാൽ T1 സ്ക്വയർ മൈനസ് ഓക്കെ പ്ലസ് T2 സ്ക്വയർ മൈനസ് എന്താണ് 2T1 T2. ഓക്കെ അല്ലേ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ വെറുതെ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, ഞാൻ വേറെ വഴി പറഞ്ഞുതരാം. ഓക്കെ, എനിവേ ഇവിടെ T1 പ്ലസ് T2 ഹോൾ സ്ക്വയർ 1 എന്നറിയാലോ അല്ലേ. ഈ T1 പ്ലസ് T2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ T1 സ്ക്വയർ പ്ലസ് T2 സ്ക്വയർ പ്ലസ് 2T1 T2 വിച്ച് ഇസ് ഈക്വൽ ടു 1. അതിൽ T1 പ്ലസ് T2 ഹോൾ സ്ക്വയർ നമുക്ക് T1 സ്ക്വയർ പ്ലസ് T2 സ്ക്വയർ 5/2 ആണെന്ന് അറിയാം. ഓക്കെ അല്ലേ. സോ 2T1 T2 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 5/2. ഓക്കെ അല്ലേ. 1 മൈനസ് 5/2 അല്ല വരിക, 1 മൈനസ് 5/2 വരും അല്ലേ. എന്ന് പറഞ്ഞാൽ മൈനസ് 3 ഡിവൈഡ് ബൈ 2 എന്ന് വരും. അതാണ് 2T1 T2. അപ്പോൾ T1 T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ മൈനസ് 3/4. ആഹാ, എന്തിനാ സാർ T1 T2 കണ്ടുപിടിച്ചത്? അതൊന്നുമില്ലടാ. അതായത് നമുക്ക് T1 മൈനസ് T2 ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് T1 സ്ക്വയർ പ്ലസ് T2 സ്ക്വയർ മൈനസ് 2T1 T2.
T1 square plus T2 square 5/2 കിട്ടി. ഇനി -2 ഇൻറ്റു T1 D2 എന്ന് പറഞ്ഞാൽ -3/4 അല്ലടാ. അപ്പോൾ ഇത് കട്ടായി കഴിഞ്ഞാൽ 5/2 പ്ലസ് എന്താണ് S3/2 8/2 എന്ന് പറഞ്ഞാൽ 4. ഇനി നമുക്ക് BC സ്ക്വയർ കണ്ടുപിടിക്കാം. BC സ്ക്വയർ എന്താ 4 ഇൻറ്റു T1 - T2 ദ ഹോൾ സ്ക്വയർ. അത് നമുക്കിവിടെ 4 തന്നെ കിട്ടി. റെഡിയല്ലേ? ഇൻറ്റു അടുത്ത എന്താണ് what is that T1 4 ഇൻറ്റു T1 - T2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇൻറ്റു T1 T2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 അല്ലേ എന്ന് പറഞ്ഞാൽ 1 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × 4 16 അല്ലേ? 16 × 5 എന്ന് പറഞ്ഞാൽ എന്നിട്ട് മകളെ യെസ് 80 എന്ന് കിട്ടി. ഓക്കെ, അത്രയേ ഉള്ളൂ. സിമ്പിൾ. റെഡിയല്ലേ? 80 എന്ന് കിട്ടി. സിമ്പിളാണ്. ഓക്കെ, സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം.